ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ചെറിയൊരു ആഗ്രഹം നടത്താൻ പോകട്ടെ. അപ്പോൾ ആഗ്രഹം എന്താണെന്ന് കാണണ്ടേ? ഇതാട്ടോ ആഗ്രഹം. കുറേ ആയിട്ട് എനിക്ക് പാമ്പിനെ ഇങ്ങനെ പിടിച്ചാനൊരു പൂതി. കാരണം നമ്മൾ ഓരോരുത്തർ കാണുമല്ലോ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ അങ്ങനെ കാണും. ഈ പാമ്പിനൊക്കെ അങ്ങനെ കൈക്ക് പിടിച്ചിട്ടൊക്കെ കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര പൂതിട്ടാണ് എനിക്കും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മിനിയൂട്ടി പോയപ്പോൾ അവിടെ പാമ്പുണ്ട്, ഒരു വെള്ള പാമ്പൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാട്ടോ. പക്ഷേ ചെന്നപ്പോഴോ എനിക്ക് ഭാഗ്യമില്ലാത്ത കാരണം പാമ്പില്ല, ഒരു ഉണ്ടില്ല കേട്ടോ അവിടെ. പിന്നെ ചെറിയ ചെറിയ എലി, പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ ഇഗ്വാന അങ്ങനത്തെ ഒക്കെ കുറച്ച് സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ അത് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം പോയതല്ലേ എന്ന് കരുതിയിട്ട് അവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി നടന്ന് പോന്നിട്ടാ. പിന്നെ ഞാൻ ഇറങ്ങാൻ തിരൂർ ഇങ്ങനെ ഒരു പാർക്കിൽ ഇങ്ങനെ പാമ്പുണ്ട്, ഇങ്ങനെ പിടിച്ചാനൊക്കെ മേത്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ അത് കേൾക്കാത്തപ്പോൾ അത് ഞാൻ എൻ്റെ മാപ്പിളിനോട് അറിയുമ്പോൾ ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ തന്നെ ആളെന്നാൽ പോവാന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഞങ്ങൾ എടുത്തുണ്ടായി. ഈ പെണ്ണ് ഈ പാമ്പിനെ എടുക്കാനാണെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ഇട്ട് പാർട്ടി വെയർ ഡ്രസ്സിലൊക്കെ പോയിക്കണമെന്ന് കേട്ടോ. പക്ഷെ അതൊന്നല്ല കേട്ടോ, ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയതേന്ന് കേട്ടാ. പിന്നെ ഈ പാമ്പിന് എന്നെ നല്ല പിടിച്ചുകൊണ്ട് തോന്നുന്നുണ്ട്. എൻ്റെ മേത്ത് വെച്ചപ്പോൾ തന്നെ പാമ്പ് എൻ്റെ മേത്ത് കൂടി ആകെ അടിച്ചിട്ടാ. നല്ലൊരു സുഖം കേട്ടോ. അത് അടിച്ചുമ്പോൾ കിക്കിലാവും. അതാട്ട് എൻ്റെ ചെറിയൊക്കെ അങ്ങനെ. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞിട്ട് ആ ഡ്രസ്സ് മേലാൽ എൻ്റെ അമ്മ തിരുമ്പി തരൂല. എൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയാട്ടോ പാമ്പിനെ ആനനെയൊക്കെ. പിന്നെ അവിടെ യഗ്വാന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളവിടെ മിനിയൂട്ടി പോയപ്പോൾ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് വലിയൊരിത് തോന്നിയില്ല. അതിൻ്റെ കൈമൊക്കെ വെച്ചെന്നീന്നു കേട്ടോ. പക്ഷെ അതൊരു ഉറങ്ങി തൂങ്ങിക്കൊണ്ടൊരു യഗ്വാനയായിരുന്നു. വെച്ചെടുത്ത് അവിടെ ഇങ്ങനെ നിന്നും കൊണ്ടിരുന്നിട്ടാ. ഇതാണല്ലോ പിടിച്ചാൽ കിട്ടാത്തൊരു യഗ്വാനയായി പോയിട്ടോ. ഇതിനെ ഇയാൾ വാല് പിടിച്ചിങ്ങനെ വലിച്ചില്ല. അതാണല്ലോ നീന്തി കളിച്ചേട്ടാ അവിടെ കിടന്നിട്ട്. പിന്നെ കാക്കനോട് പറഞ്ഞു അങ്ങോട്ട് പോരുകയാണ്. അവിടെ പെരുംചതി വെയിലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ പോയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഈ കാക്കനോട് പറഞ്ഞു ചിരിക്ക്, ഞാനിങ്ങനെ കൈമ വെച്ചുതരാം. പക്ഷെ എനിക്കൊരു പേടി കേട്ടോ. അപ്പോൾ എങ്ങനെയെന്നൊക്കെ ചോദിച്ചു. ഞാൻ അങ്ങനെ തോളിൽ വെച്ചുകൂടെ, ഞാൻ അങ്ങനെ മിനിയൂട്ടി പോയപ്പോൾ കൈമേന്ന് വെച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തലയിൽ വെച്ചുതരാം. ഇതാണല്ലോ തലയിൽ വെച്ചപ്പോൾ അതിന് ജീവൻ കൂടിയിട്ടുണ്ട്. എൻ്റെ തലമുക്കൂട്ടി അത് അരിച്ച് പോവുക. അപ്പോൾ കാക്കനോട് പറഞ്ഞു കുട്ടികൾ എടുക്കണ മാതിരി കയ്യിൽ ഇങ്ങനെ മലത്തി പിടിച്ച് അങ്ങനെ കൈ വെക്കാറ്. പക്ഷെ അങ്ങനെ വെക്കാനും എനിക്ക് പേടിയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ എൻ്റെ കാൽമ വെച്ചുതരാം പറഞ്ഞിട്ട് എന്നോട് ഇരുത്തിക്കൊണ്ട് അങ്ങനെ അയാൾ കാൽമ വെച്ച് തന്നിട്ട് അതിൻ്റെ ഈ താടിൻ്റെ അവിടെ ഇങ്ങനെ തൊട്ടാൽ മതി, ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോസിങ് പറഞ്ഞു തരാം കേട്ടോ. പക്ഷെ അത് തൊട്ടുമ്പോൾ എന്തോ മാതിരി അറപ്പിട്ടാ. ഭയങ്കര ഒരു കട്ടിപ്പൊക്കെ അവിടെ, ഒരു കുരു കട്ടിപ്പൊക്കെ ആയിട്ടിട്ടാ. പിന്നെ ഇതുപോലെ പലതരം കളർ മീനുകളുണ്ടായിരുന്നു കേട്ടോ. അവിടെ തീറ്റൊക്കെ കൊടുക്കും. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന മുന്നേ അവിടെ ഒരു ഫാമിലി വന്ന കാരണമായിട്ട് ഞങ്ങൾ തിന്നാൻ കൊടുത്തിട്ട് ഈ മീനുകളെ പള്ളൊക്കെ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ലാലു തിന്നാൻ ഏതായാലും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലാലു വെറുതെ കൈയിട്ട് ഇങ്ങനെ ആട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ ഇളക്കുമ്പോൾ പോലും ഇങ്ങനെ കൈമ വന്ന് കൊത്തുന്നതാണ്. പക്ഷേ ലാലു അങ്ങനെ കാട്ടിയിട്ടൊന്നും മീനുകൾക്കൊരു മൈൻഡില്ല. ഓല പണി നോക്കി പോവാട്ടാ. ഈ മീനുകളെ ഓല പള്ളല്ലാന്ന് ഓർക്കാതെ തോന്നുന്നുണ്ട് തിന്നിക്കണം കേട്ടോ. ഭയങ്കര ക്ഷീണാട്ടോ മീനുകൾക്കൊക്കെ. പിന്നെ ഇങ്ങനെ ഈ ഒരു മീനിൻ്റെ തൊള്ളൻ്റെ ഉള്ളിൽ കൂടെ കയറിയാലാട്ടോ കാൽ മസാജിങ് ഉണ്ട് കേട്ടോ അവിടെ. അതായത് നമ്മൾ മീനുകളിങ്ങനെ കാൽമ വന്ന് കൊത്തിക്കൊണ്ട് കിക്കിളാക്കണം, ആ ഒരു സംഭവം കേട്ടോ. അങ്ങനെ ഞാൻ ആ മീനിൻ്റെ തൊള്ളൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. തൊള്ളൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയാൽ അതിൻ്റെ പള്ളൻ്റെ അവിടെ ഇട്ടാ ഈ കാൽ മസാജിങ് ഒക്കെ വരുന്നത്. ഒരു ചെറിയൊരു കുളം മാതിരി ഇങ്ങനെ ചെറിയൊരു സംഭവം കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് മീനുകൾ, ഈ പരൽക്കുട്ടികളെ മാതിരിയുള്ള മീനുകളാട്ടോ. അങ്ങനെ നമ്മൾ കാല് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു കാൽമ വന്ന് ഭയങ്കര കൊത്തൽ കിക്കിളിയായിട്ട് എനിക്ക് എന്താ ഭയങ്കര ഒരു സുഖം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്ത് തരും, ഭയങ്കര കിക്കിളിയും. അപ്പോൾ ഞാൻ ഇങ്ങനെ കാലെടുക്കുമ്പോൾ ലാലു എന്നോട് അറിയാം കാല് വെക്കുക എന്നിട്ട്. പക്ഷെ കാല് വെക്കാൻ പറ്റണ്ടേ, ഇതിങ്ങനെ കാൽമ പൊതിഞ്ഞ് ഇങ്ങനെ കുത്തുക. അപ്പോൾ എന്തോ മാതിരി നമുക്ക് ഭയങ്കര ഒരു കിക്കിളിയൊക്കെ കൂടിയിട്ട് ഒരു വേറൊരു ഫീൽ ചെയ്യുന്നിട്ട്. അതിങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ എന്തോ രസമായിരുന്നു കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഈ ഒരു സംഭവം. പിന്നെ അവിടെ ഒരാൾക്ക് എത്ര 10 മിനിറ്റോ 15 മിനിറ്റോ അങ്ങനെ എന്താണ്, ഞങ്ങൾ കുറേ ടൈം അവിടെ നിന്നിട്ടാണ്. പിന്നെ ലാലു കൈ വെച്ചെടുത്ത് അങ്ങനെ ലാലുവിൻ്റെ കൈമീ വന്ന് ഇങ്ങനെ മീനുകൾ കൊത്തിയിട്ടാണ്. ലാലു നല്ല ഇഷ്ടമായി. ലാലു ഭയങ്കര കിക്കിളിയിട്ടാണ്. പിന്നെ ലാലിനോട് വലിയ ഡയലോഗൊക്കെ പൊട്ടിച്ചിരുന്നിട്ടാ. കാല് വെക്കുക, അതിങ്ങനെ കൊത്തുമ്പോൾ ഇങ്ങനെ കിക്കിളിയാകുമ്പോൾ അതാണ് അതിൻ്റെ സുഖം, ഇച്ചത്തെ കാല് പൊന്തിച്ചിരുന്നൊക്കെ വലിയ ഡയലോഗ് പൊട്ടിച്ചിരുന്നു. ലാലു കൈ വെച്ചപ്പോൾ കിക്കിളിയൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ലാലു വേഗം കൈ എടുത്തിട്ടാ. പിന്നെ അതൊക്കെ കേട്ടോ അതിൻ്റെ പുറത്തത്തെ കാഴ്ചകളൊക്കെ. അവിടെ ഇവിടെയൊക്കെ ജന്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു പാമ്പിനെ പിടിച്ച് തോളിലിട്ടപ്പോൾ അവിടെയുള്ള താത്താരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫാമിലി ആയിട്ട് വന്ന് പറഞ്ഞില്ലേ. അറ്റങ്ങളൊക്കെ ഭയങ്കര പേടി, കാക്കാരും പാമ്പിനെ തൊടണില്ല. ഓലൊക്കെ ഇങ്ങനെ മാറി നിൽക്കട്ടെ. അപ്പോൾ ഈ പാമ്പാണെങ്കിൽ എൻ്റെ നെഞ്ഞത്ത് കൂടിയും കൗത്തുകൂടിയൊക്കെ ഇങ്ങനെ അരിച്ചിട്ട് അതിൻ്റെ നാവ് ഇങ്ങനെ പുറത്തിട്ടപ്പോഴൊക്കെ ഇറ്റങ്ങൾ പേടിച്ചിരിക്കണം. അപ്പോൾ ഇറ്റങ്ങൾ മോളെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ അപ്പോൾ ഭയങ്കര ധൈര്യം. പിന്നെ ഇവിടെ പൂളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങളവിടെ എത്തിയതിന് ശേഷം പിന്നെ ഡ്രസ്സൊന്നും എടുക്കാതെ പോയതല്ലേ, അത് കാരണം ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങാൻ വെച്ചാൽ ഒരു കൂനിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.